ഹായ് ഹലോ ഫ്രണ്ട്സ്, ജോയ് ഓഫ് ലൈറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈജു സ്റ്റീഫൻ ചിറയിൽ. ഓശാന ഞായറാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ പള്ളിയിൽ നിന്നും കിട്ടുന്ന കുരുത്തോല കൊണ്ട് വിവിധ തരത്തിലുള്ള ക്രോസ്, കുരിശ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഇതുപോലെയുള്ള ക്രോസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതെല്ലാം പുതിയ കുരുത്തോലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, തെങ്ങിൽ നിന്ന് വിരിയുന്ന ആദ്യത്തെ ഓലയാണ്. അപ്പൊ ഇതാണ് ഓശാന ഞായറിന് നമുക്ക് ചർച്ചുകളിൽ നിന്നെല്ലാം കിട്ടുന്നത്. അപ്പൊ ഇത് ആദ്യം ഒരു കുരിശ് ഉണ്ടാക്കാം. ഈ ടൈപ്പിലെ കുരിശാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ച്, ഓക്കെ, ഇതുപോലെ അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിങ്ങനെ പിടിച്ച് ഇതുവഴി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ചുറ്റി നമുക്ക് ഈ തരത്തിലുള്ള കുരിശ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരെണ്ണം. ഇനി ഇത് മറ്റൊരു രീതിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതുപോലെ ഒരു ഓല എടുക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കുക. ഇത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ ഓല ഇതുവഴി എടുക്കുക. അതിൻ്റെ തുമ്പ് കുറച്ച് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ എടുത്തിട്ട് മുകളിൽ കൂടെ തന്നെ വീണ്ടും ഇങ്ങനെ എടുക്കുക. തിരിച്ച് വീണ്ടും അകത്തൂടെ ഒരു ഇളം ഇങ്ങനെ എടുക്കുക. ഇത് കട്ട് ചെയ്ത് കളയുക. ശേഷം ബാക്ക് സൈഡിൽ തിരിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ക്രോസായി. ഇത് ഇവിടെ വൃത്തിയായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ക്രോസ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കുക. ഈ താഴത്തെ ഭാഗം ഇവിടെ നിന്ന് മുകളിലോട്ട്, പിന്നെ അത് അടിയിലോട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് മടക്കി നമുക്ക് ഇതിൻ്റെ തുമ്പൊന്ന് വെട്ടിക്കളയാം. ബാക്കിലോട്ട് മടക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുക. നല്ലതുപോലെ
വലിച്ചെടുക്കുക. ഇവിടെ ലോക്ക് വീഴും, ലോക്ക് വീഴും. അതിനുശേഷം തിരിച്ച് ആ ഭാഗത്തൂടെ തന്നെ മുകളിലൂടെ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യുക, അമർത്തി കൊടുക്കണം. അപ്പൊ ഇവിടെ സെറ്റായിട്ടിരിക്കും. വീണ്ടും ആ ഭാഗത്തൂടെ തന്നെ അപ്പുറത്തെ വശത്തോട്ട് വീണ്ടും എടുക്കുക. ഇത് സെയിം അളവാണോ നോക്കുക. എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. ഇത് അങ്ങോട്ട് വെക്കിയെടുക്കുക. രണ്ട് ടൈപ്പിലെ ക്രോസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ ഇതുപോലെ ഒരു കോല എടുത്തിട്ട് ഇങ്ങനെ ഈർക്കിൽ സെപ്പറേറ്റ് ആക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് വളരെ സിമ്പിളാണ്. ഇതിങ്ങോട്ട് കൊടുക്കുക, ഇതിങ്ങോട്ട് വയ്ക്കുക. ഇങ്ങനെ ഇതിങ്ങനെ, വീണ്ടും ഇതിങ്ങനെ, ഇതിങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. വീണ്ടും ഇതിങ്ങനെ ഇങ്ങോട്ട് ഇത്രയും ചെയ്തു. ഇനി ഇവിടെ നമുക്കൊരു കുരിശ് തയ്യാറാക്കാം. ഇങ്ങനെ ഒടിച്ചു കൊടുക്കണം. വിളക്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഒടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒടിക്കുക. തിരിച്ച് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒടിച്ചു കൊടുക്കുക. ഇതിനെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇത് വെച്ച് നമുക്ക് കെട്ട് ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ ഇങ്ങനെ ഒരു കെട്ട്. ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് ഇതുപോലെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓശാന ഞായറിന് നമുക്ക് ഇതുപോലെ കുരുത്തോലകൾ കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാവുന്നതാണ്. കുരിശും അതുപോലെയുള്ള മറ്റ്
ഒരുപാട് സാധനങ്ങൾ, അതുപോലെ ഓൾട്ടർ ഡെക്കറേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നും നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.